35 വർഷത്തെ ലീഗ് ചരിത്രത്തിൽ ആദ്യമായിട്ട് യുണൈറ്റഡ് 13 തോൽവി വഴങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തോൽവിയും കൂടെ ആയപ്പോഴത്തേനും യുണൈറ്റഡ് ഇപ്പം 8ാമത്തെ സ്ഥാനത്താണ്. നമ്മുടെ പുറകിൽ കിടന്ന നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന ചെൽസി നമ്മുടെ മുന്നിൽ കയറി, ന്യൂകാസിൽ നമ്മുടെ മുന്നിൽ കയറി. അപ്പോൾ അടുത്ത സീസണിൽ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിലും ഏകദേശം ഇപ്പം തീരുമാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിയുമ്പോഴും നമ്മൾ ടെൻ ഹാഗ് ഇന്ന് മുദ്രാവാക്യം ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ നോക്കി ചോദിക്കും, എടാടാ നിനക്ക് എന്തിൻ്റെ കേടാ, നീ എന്നെ പൊട്ടനാണോടാ എന്ന് ചോദിക്കും. നമ്മൾ എത്ര ഇഞ്ചുറി ഉണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനത്തെ മാച്ചിൽ ഈ രീതിയിൽ തോക്കുക. ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്ന ടീം മോശം ടീമല്ല. നമ്മൾ ഇതിന് മുന്നേ കളിച്ച 2 ടീമുകളും, ഷെഫീൽഡും അതുപോലെ തന്നെ ബേൺലി, 2 ടീമുകളെന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ ഇപ്പോഴത്തെ ഏറ്റവും വേഴ്സായിട്ടുള്ള ടീമുകളാണ്. അവർക്കെതിരെയുള്ള നമ്മുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണേലും ഈ ഒരു മാച്ചിലോട്ട്, ക്രിസ്റ്റൽ പാലസിൻ്റെ മാച്ചിലോട്ട് വരുമ്പോഴത്തേനും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യുണൈറ്റഡ് ടീം അണ്ടർ ഡോഗ് എന്നുള്ള രീതിയിൽ ഒരു ക്രിസ്റ്റൽ പാലസ് മാച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളാരും അങ്ങനത്തെ ഒരു സാധനം, ആ ഒരു സെനാരിയോ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ആ ഒരു മാച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ടെൻ ഹാഗിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ടു. ആ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡിഫൻസീവ് ഷേപ്പൊക്കെ ഈ രീതിയിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഈ രീതിയിലാണോ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ പ്ലെയേഴ്സിന് കൊടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവർ ടെൻ ഹാഗിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെൻ ഹാഗിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം പ്ലെയേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇൻഡയറക്ട്ലി പുള്ളി അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം പ്ലെയേഴ്സ് റെസ്പോണ്ട് ചെയ്യാത്തത് പ്ലെയേഴ്സിൻ്റെ പ്രശ്നം, പക്ഷേ അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത് ടെൻ ഹാഗിൻ്റെ പ്രശ്നം. അപ്പം രണ്ടുപേരെയും, പ്ലെയേഴ്സിനെയും അതുപോലെ തന്നെ ഒരേപോലെ കോച്ചിനെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒരു സെനാരിയോ ആണ് ഇത്. അപ്പോൾ ക്രിസ്റ്റൽ പാലസ് അടിച്ച ഗോളുകളിലൊക്കെ കസമീറോയുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കസമീറോയുടെ മിസ്റ്റേക്ക് കാരണം ക്രിസ്റ്റൽ പാലസ് ഗോളുകൾ സ്കോർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഡിഫൻസിൽ ഓരോ പ്രാവശ്യവും ട്രാൻസിഷനിൽ നമ്മളെ ഹിറ്റ് ചെയ്യാൻ എളുപ്പം ആണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ യുണൈറ്റഡ് ഫാൻസിനും അറിയാം. അപ്പം ഓരോ പ്രാവശ്യവും ട്രാൻസിഷൻസിൽ കസമീറോയുടെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ നേരെ പുള്ളി ഡിഫൻസിൽ ആസ് എ ഡിഫൻഡർ കളിക്കുന്ന, ആസ് എ സെൻട്രൽ ഡിഫൻഡർ കളിക്കുന്ന കസമീറോ ചാടി മിഡ്ഫീൽഡിൽ കയറും. അപ്പം എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ മിഡ്ഫീൽഡിലേക്ക് ചാടി കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ പ്ലെയേഴ്സ് എല്ലാം തോന്നിയ പോലാണ് അവരുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടെൻ ഹാഗിന് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ടെൻ ഹാഗ് ഇതല്ല ടെൻ ഹാഗിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് വ്യക്തമായിട്ട് പുള്ളിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒരു സൈഡിൽ കസമീറോ എങ്കിൽ അപ്പുറത്തെ സൈഡിൽ ജോണി ഏവൻസ്. ഒരുമാതിരി വൃദ്ധസദനം പോലായിട്ടുണ്ട് യുണൈറ്റഡ്. കസമീറോ, ജോണി ഏവൻസ്, ക്രിസ്റ്റ്യൻ എറിക്സൺ ഒക്കെ ആണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് 45 മിനിറ്റിന് മേളിൽ പുള്ളിയെ പിച്ചിൽ നിർത്താൻ കൊള്ളത്തില്ല. ആ മനുഷ്യനെ കൊണ്ട് ഇന്ന് ഫുൾ 90 മിനിറ്റ്സ് +6 ഫുൾ കളിപ്പിച്ചു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കിയോ. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആൻ്റണിയെ മാറ്റിയിട്ട് പുള്ളി അമ്രാബാത്തിനെ കൊണ്ടിരുന്നു. അപ്പോൾ ആൻ്റണിയെ മാറ്റി അമ്രാബാത്ത് വരുമ്പോഴത്തേനും എറിക്സൺ വിങ്ങിലോട്ട് പോവുക. അപ്പോൾ അങ്ങനെ എറിക്സണെ വിങ്ങിൽ കളിപ്പിക്കാനാണെങ്കിൽ ആൻ്റണിക്ക് പകരം അമാദിനെ കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇപ്പം നമ്മൾ ആരാധകരൊക്കെ ഓരോ മാച്ച് തോറ്റിട്ട് അടുത്ത മാച്ച്, അല്ലെങ്കിൽ ഒരു മാച്ചിൽ മോശം പെർഫോമൻസ് നടത്തിയിട്ട് അടുത്ത മാച്ചിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്തേലും ടീമിൻ്റെ ടാക്ടിക്സിൽ അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറിൽ, അപ്പം ഓൺ ദ ബോൾ ആയാലും ഓഫ് ദ ബോൾ സ്ട്രക്ചറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടെ റെക്ടിഫൈ ചെയ്യുന്നത് കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ടെൻ ഹാഗിൻ്റെ ടീം ഓരോ പ്രാവശ്യവും പിച്ചിൽ വരുമ്പോഴത്തേനും സെയിം മിസ്റ്റേക്സ് അല്ലെങ്കിൽ സെയിം രീതിയിൽ അവർ ഓൺ ദ ബോൾ ഓഫ് ദ ബോളൊക്കെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോഴത്തേനും ടെൻ ഹാഗിൻ്റെ ഒരു ഒബ്സഷൻ, പല കാര്യത്തിലുള്ള ടെൻ ഹാഗിൻ്റെ ഒബ്സഷൻ എനിക്ക് അത് അത്ര നല്ലതല്ല. ആസ് എ കോച്ച് അത്ര നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ടാക്റ്റിക്കലി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകണം ടെൻ ഹാഗ്. എന്നാൽ മാത്രമേ യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാനോ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ കാര്യം തന്നെ നിങ്ങൾ നോക്കിയോ, ആരോൺ വാൻ ബിസാക്ക എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും പ്രീമിയർ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് 1v1 ഡിഫൻഡറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ, റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയറിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് തന്നെ കളിപ്പിക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനും ഫൈനൽ തേർഡിൽ ലിങ്കപ്സിലും അതുപോലെ ഓവർലാപ്പിംഗ് അണ്ടർലാപ്പിംഗ് റൺസൊക്കെ നടത്താനും ഒക്കെ ടെൻ ഹാഗ് ഇനീഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഡിഫെൻസീവിൽ ഭയങ്കര മോശമാണ്, ഭയങ്കരമായിട്ട് എക്സ്പോസ് ആകുന്നുണ്ട് ഈ ഒരു ആരോൺ വാൻ ബിസാക്ക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ പ്ലെയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്തിനനുസരിച്ച് കുറച്ചുകൂടെ ടാക്റ്റിക്കലി ഫ്ലെക്സിബിൾ ആകാനൊക്കെ ടെൻ ഹാഗ് ശ്രമിക്കണം.
അപ്പോൾ എന്നാൽ മാത്രം ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ടീമിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലൊക്കെ സക്സസ് ആകണമെങ്കിൽ അങ്ങനെ ടാക്ടിക്കലി ഫ്ലെക്സിബിളും കൂടെ ആകണം. ഇപ്പോൾ ടെൻ ഹാഗ് ഇവിടുന്ന് പോയാലും ചിലപ്പം നല്ല കോച്ച് അല്ലെങ്കിൽ വേറൊരു ടീമിൽ പോയി സക്സസ് ആകത്തില്ല എന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ പുള്ളിയിലുള്ള പല ഓബ്സഷനുകളും പുള്ളി കൈവടിയണം, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. അല്ലെങ്കിൽ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ വലിയ ടീമുകളെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അയാക്സിനെ പോണൊക്കെ ഒരു ടീം എർഡിവിസിലൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞു കൂടേണ്ടി വരും ടെൻ ഹാഗ്. നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്ന് ബ്രൂണോയും കൂടി ഇല്ലാഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു. ഒരു മര്യാദയ്ക്ക് ഒരു ബോളെങ്കിലും ആ ഒരു ഫോർവേഡ്സിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? മൗണ്ട് എവിടെ, എറിക്സൺ എവിടെ, കോബി മെനു എവിടെ? കോബി മെനു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻ്റർനാഷണൽ ഡെബ്യൂവിന് പോയ പിന്നെ കോബി മെനു എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള മനുഷ്യനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയല്ല. ഇപ്പം ഓവർ ഹൈപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓവർ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ശരിയല്ല. കുറച്ചുകൂടെ ഒരു ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സോളിഡായിട്ട് ഗെയിമൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആ ഒരു പ്ലെയറിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു മനുഷ്യനെ ഇതുപോലെ എക്സ്പോസ് ചെയ്യുന്നതിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ ശരിക്കും ഫോർവേഡ്സിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ടോട്ടൽ മാച്ചിൽ നമ്മൾ ആ 2 ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത്. അപ്പുറത്തെ ക്രിസ്റ്റൽ പാലസിന് 10 ഷോട്ടാണ്. 18 ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് 18, അതിൽ 10 എണ്ണം ഓൺ ടാർഗറ്റ് ആണെന്ന് ഓർക്കണം. അയ്യോ, അപ്പുറത്തെ ക്രിസ്റ്റൽ പാലസിൻ്റെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒലീസയും എസ്സയും എല്ലാം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ തേർഡിൽ അവരുടെ ഫോർവേഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയാൽ ഓൾമോസ്റ്റ് ആ ഒരു നെയ്മർ, മെസ്സി, സുവാരസിൻ്റെ ഒക്കെ ആ ഒരു പ്രൈമിൽ അവർ കളിച്ചുകൊണ്ടിരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പൊന്നോ, ഒന്നും കണ്ടിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഒലീസയും എസ്സയും മിക്കവാറും അടുത്ത സീസണിൽ ഏതെങ്കിലും നല്ല ക്ലബ്ബുകളിൽ പോകാൻ സാധ്യതയുണ്ട്. യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒലീസയെ. 60 മില്യൺ ആണ് പുള്ളിയുടെ റിലീസ് ക്ലോസ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം പുള്ളി എനിക്ക് തോന്നുന്നത് ആ ക്രിസ്റ്റൽ പാലസിൽ തന്നെ നിൽക്കുന്നതായിരിക്കും പുള്ളിക്ക് നല്ലതെന്ന് മിക്കവാറും പുള്ളിക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ കളിയും ഒക്കെയാണ് യുണൈറ്റഡ് കളിക്കുന്നത്. പിന്നെ യുണൈറ്റഡിൻ്റെ ഉള്ളിലെ 100 അല്ല 200 അല്ല അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ അത് വേറെയും. 2 മാസം കൊണ്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ കോച്ച് ഒലിവർ ഗ്ലാസ്നർ വന്നിട്ട് 2 മാസം കൊണ്ട് അവരുടെ പ്ലേയിങ് സ്റ്റൈൽ ഫുള്ള് പൊളിച്ച് എഴുതി. ശരിക്കും അവർ റോയ് ഹോട്ട്സൻ്റെ അവരുടെ ടീമെന്ന് പറയുന്നത് ഭയങ്കര ലോ ബ്ലോക്ക് കളിച്ച് കൗണ്ടർ അറ്റാക്ക് ആ ഒരു സ്റ്റൈലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി കുറേ കൂടെ ഓൺ ദ ബോൾ ബെറ്ററായിട്ട് കളിക്കുന്നു. 1-2s ഒക്കെ അവർ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ കൊതി വരും. ഫൈനൽ തേർഡിലൊക്കെ ഇട്ടിട്ട് നമ്മളെ ശരിക്കും വെള്ളം കൊടുപ്പിച്ച് സെക്കൻഡ് ഹാഫൊക്കെ നോക്കിക്കഴിഞ്ഞാണല്ലോ കയറി അങ്ങ് മേയുമായിരുന്നു യുണൈറ്റഡിനെ. അപ്പോൾ ഇനിയിപ്പം നമുക്കിനിയുള്ളത് ലാസ്റ്റ് 3 മത്സരങ്ങളുണ്ട്. ഒന്ന് ആർസണൽ, അടുത്തത് ന്യൂകാസിൽ, ലാസ്റ്റ് ബ്രൈറ്റൺ. ഈ 3 ടീമുകളും നമ്മളെ പഞ്ഞിക്കിടാൻ എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ള ടീമുകളാണ്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല യൂറോപ്യൻ ഫുട്ബോളൊക്കെ മറന്നേക്കൂ. ഇനിയിപ്പം പ്രത്യേകിച്ച് ഈ സീസണിൽ ഒന്നുമില്ല. ഇനിയിപ്പോൾ FA കപ്പിൻ്റെ ഫൈനലുണ്ട്, അതിലും മാൻ സിറ്റി ആ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ക്ഷീണം അവർക്കുണ്ട്. അതിൻ്റെ എല്ലാ കേടും ആ ഒരു ഫൈനലിൽ അവർ നമുക്കെതിരെ വന്ന് നടത്തും. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധി കലശത്തിൻ്റെ സമയമാണ്. ടെൻ ഹാഗ് പ്ലെയേഴ്സ് ഉൾപ്പെടെ നല്ലൊരു ശതമാനം പ്ലെയേഴ്സും ഇവിടുന്ന് പോകണം. ഒപ്പം ടെൻ ഹാഗും ഈ ഒരു രീതി തുടരുന്നത് കൊണ്ട് തന്നെ എനിക്കും ടെൻ ഹാഗിനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്ത് കണ്ടുകൊണ്ട് ഈ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു ടീം സ്റ്റേബിളാക്കി മാറ്റും, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയേഴ്സിന് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. പുള്ളി എത്ര വലിയ കോച്ചായിരുന്നെങ്കിലും എനിക്കതിനകത്തൊന്നും യാതൊന്നും പറയാനില്ല. പുള്ളി പണ്ട് അയാക്സിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് കോച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. റയലിനെ തോപ്പിച്ചിട്ടുണ്ട്. ഇത് ടാക്ടിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓൾറെഡി ഡ്രസ്സിങ് റൂം പുള്ളിക്ക് എതിരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി പറയുന്ന ഒരു കാര്യം പോലും ആ ഒരു ടീമിലെ ആരും കേൾക്കുന്നില്ല. അപ്പോൾ എന്താണേലും എത്ര വലിയ കോച്ചാണെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരുടെ ജോബ് ലൂസ് ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. വേറെ എന്ത് പറയാനായിട്ടാ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.